2009 ഇറങ്ങിയ വളരെ വ്യത്യസ്തമായ ഒരു സയൻസ് ഫിക്ഷൻ ഫാന്റസി സിനിമയാണ് മിസ്റ്റർ നോബഡി. ഭൂമിയിലെ അവസാനത്തെ മോർട്ടൽ മനുഷ്യന് അവന്റെ ഭാവി കാണാൻ കഴിയുന്നതും അവൻ ജീവിതത്തിൽ ഓരോ തവണ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുമ്പോഴും അവിടെ മറ്റൊരു പാരലൽ വേൾഡ് ഉണ്ടാകുന്നതും ഒക്കെയാണ് സിനിമയുടെ ഇതിവൃത്തം. സിനിമയിലെ പ്രധാന കഥാപാത്രമായ നീമോയുടെ മൃതശരീരം ഹോസ്പിറ്റലിലെ ഫ്രീസറിൽ വയ്ക്കുന്ന ദൃശ്യത്തോടെയാണ് സിനിമ തുടങ്ങുന്നത്. ഉടനെ അവൻ ഞെട്ടി ഉണർന്നു. പക്ഷെ ഇപ്പോൾ അവൻ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയാണ്. വീണ്ടും ഞെട്ടി ഉണർന്നതും അവനൊരു ബാത്ത് ടബിലായിരുന്നു. പക്ഷേ ബാത്ത് ടബിലെന്ന് എണീറ്റതും അവനെ ഏതോ ഒരുത്തൻ വന്ന് വെടിവെച്ച് കൊന്നു. അടുത്ത് ഞെട്ടി ഉണർന്നപ്പോ അവനൊരു സ്പേസ് സ്റ്റേഷനിലായിരുന്നു. എന്നാൽ അവൻ ഉണർന്ന ഉടൻ ആ സ്പേസ് സ്റ്റേഷൻ പൊട്ടിത്തെറിച്ചു. അവസാനം അവൻ ശരിക്കും ഉണർന്നപ്പോൾ അവനൊരു ആശുപത്രിയിലായിരുന്നു. അവന്റെ അടുത്ത് ഡോക്ടർ മൈക്കിൾ ഇരിപ്പുണ്ട്. തനിക്ക് 34 വയസ്സേ ആയിട്ടുള്ളൂവെന്നും ഇത് 2009 ആണെന്നുമാണ് നീമോ പറയുന്നത്. പക്ഷെ ഇത് ശരിക്കും 2092 ആണെന്നും താങ്കൾക്ക് ശരിക്കും 118 വയസ്സായിരിക്കുകയാണെന്നും മൈക്കിൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. കണ്ണാടിയിൽ അവന്റെ മുഖം കണ്ടപ്പോഴാണ് അവനത് വിശ്വാസമായത്. ഇന്നത്തെ ഡേറ്റ് 2092 ആണെന്ന് തെളിയിക്കാൻ മൈക്കിൾ ഒരു ന്യൂസ് പേപ്പറും അവനെ കാണിച്ചു കൊടുത്തു. സത്യം മനസ്സിലാക്കിയ നീമോ ഞെട്ടിപ്പോയി. ശേഷം അവനൊന്ന് കണ്ണടച്ച് തുറന്നപ്പോൾ അവൻ അവന്റെ കുടുംബത്തിനോടൊപ്പം പഴയ വീട്ടിലായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ ആയിരിക്കേണ്ടവനല്ല എന്നൊരു തോന്നല് അവൻ എപ്പോഴുമുണ്ട്. അവന്റെ മക്കളെ അവൻ പേര് തെറ്റിച്ചാണ് വിളിക്കുന്നത്. പെട്ടെന്ന് സമയം പുറകിലോട്ട് പോകുന്നത് പോലെ തോന്നി. അടുത്തു നോക്കിയപ്പോൾ അവൻ മറ്റൊരു വീട്ടിൽ അവന്റെ കുടുംബത്തിനോടൊപ്പമായിരുന്നു. പക്ഷെ ഇത് വേറൊരു ഫാമിലിയാണ്. ഭാര്യയും മക്കളും എല്ലാം വേറെ ആൾക്കാര്. അവന്റെ ഭാര്യ ജീനും പിന്നെ കൂട്ടുകാരുമൊക്കെ വന്ന് അവനോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവന്റെ കണ്ണുകൾ ടിവിയിലെ വാർത്തയിലായിരുന്നു. സമീപത്തൊരു പാലത്തിൽ നടന്ന ആക്സിഡന്റിനെ കുറിച്ചാണ് വാർത്തയിൽ പറയുന്നത്. വീണ്ടും സമയം പുറകിലോട്ട് പോയി നോക്കിയപ്പോൾ ഇപ്പോൾ അവൻ ആ ആക്സിഡന്റ് നടന്ന കാറിൽ അവന്റെ ഭാര്യ അന്നയോടൊപ്പമാണ്. ന്യൂസിലെ കണ്ടതുപോലെ കാറിന് മുന്നിലുള്ള ഒരു ലോറി പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു. അടുത്ത് നീമോ കണ്ണു തുറന്നപ്പോൾ അവൻ വീണ്ടും ഹോസ്പിറ്റലായിരുന്നു. ഹോസ്പിറ്റലിലെ ചിലര് സംസാരിക്കുന്നത് കേൾക്കുമ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്. നീമോ ശരിക്കും ഭൂമിയിലെ അവസാനത്തെ മോർട്ടൽ മനുഷ്യനാണ്. നീമോയെക്കുറിച്ചുള്ള യാതൊരു രേഖകളും ഇപ്പോൾ ഒരിടത്തുമില്ല. അവന്റെ ശരിക്കുമുള്ള പേര് പോലും ആർക്കും അറിയില്ല. ലോകത്തിലെ ബാക്കി എല്ലാവരും മരണമില്ലാത്ത മനുഷ്യരായി മാറിയിട്ടുണ്ട്. നായകൾക്ക് പകരം പന്നികളെയാണ് ഇപ്പോൾ എല്ലാവരും പെറ്റ്സ് ആയിട്ട് വളർത്തുന്നത്. നീമോ ഇപ്പോൾ ലോകം മുഴുവൻ ഫേമസ് ആണ്. നീമോയെ പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ച് ജീവിക്കാൻ അനുവദിക്കണമോ അതോ സമാധാനത്തോടെ മരിക്കാൻ അനുവദിക്കണമോ എന്ന് ജനങ്ങൾ വോട്ട് ചെയ്ത് തീരുമാനിക്കട്ടെ എന്നാണ് ഒരു TV ഹോസ്റ്റ് പറയുന്നത്. മറ്റൊരു കാര്യം, നീമോയ്ക്ക് ഇപ്പോൾ പഴയ കാര്യങ്ങളൊന്നും അത്ര ഓർമ്മയില്ല. അതുകൊണ്ട് ഒരു ദിവസം നീമോയുടെ ഓർമ്മ വീണ്ടെടുക്കാൻ ഡോക്ടർ അവനെ ഹിപ്നോട്ടൈസ് ചെയ്തു. അങ്ങനെ അവൻ പതിയെ ഉറക്കത്തിലേക്ക് വീണു. എന്നിട്ട് കണ്ണു തുറന്നതും അവനൊരു വിചിത്രമായ ബിൽഡിങ്ങിലായിരുന്നു. അവിടെ എല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. പേടിച്ചിട്ട് അവൻ വേഗം പുറത്തേക്കോടി. പുറത്തിറങ്ങി ചുറ്റും നോക്കിയപ്പോൾ അവൻ എന്തൊക്കെയോ കുറെ സൈൻ കണ്ടു. അതിലൂടെ ആരോ അവനോട് എന്തോ പറയാൻ ശ്രമിക്കുന്നത് പോലെ തോന്നി. അതൊക്കെ നോക്കി നിൽക്കുന്നതിനിടയിൽ പെട്ടെന്ന് കുറെ പേര് വന്ന് അവനെ പിടിച്ച് വീണ്ടും ബിൽഡിങ്ങിൽ കൊണ്ടുപോയി. അപ്പോൾ ഇതിനു മുന്നേയുള്ള പഴയ കാലം ഓർമ്മിക്കാൻ ഡോക്ടർ അവന്റെ അടുത്ത് പറഞ്ഞു. അടുത്ത് നീമോ ജനിക്കുന്നതിന് മുന്നേയുള്ള കാര്യമാണ് കാണിക്കുന്നത്. ജനിക്കുന്നതിന് മുന്നേ എല്ലാവരും ഒരു പ്രത്യേക സ്ഥലത്തിലായിരിക്കും. ആ കാലത്തിൽ ഭാവി ജീവിതത്തിൽ നടക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള സകല കാര്യങ്ങളും എല്ലാ കുട്ടികൾക്കും അറിയാമായിരിക്കും. എന്നാൽ ജനിക്കാൻ സമയമാകുമ്പോൾ മാലാഖമാർ വന്ന് കുട്ടികളുടെ സകല ഓർമ്മകളും മായ്ച്ചു കളയും. പക്ഷേ മാലാഖമാർ അബദ്ധത്തിൽ നീമോയുടെ ഓർമ്മകൾ മാത്രം മായ്ച്ചില്ല. അങ്ങനെ അവന്റെ ഭാവി ജീവിതത്തിൽ നടക്കാൻ പോകുന്ന സകലവും കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള കഴിവ് കുഞ്ഞിലേ മുതൽ നീമോയ്ക്കുണ്ടായിരുന്നു. അവന്റെ അച്ഛനും അമ്മയും അവനെ വളരെ സ്നേഹത്തോടെയാണ് വളർത്തിയത്. അങ്ങനെ ഡോക്ടറിന്റെ ഹിപ്നോട്ടിസം കാരണം നീമോയ്ക്ക് ഇപ്പോൾ ഓർമ്മകളൊക്കെ തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. ഈ വിവരം അറിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം നീമോയെ കാണാൻ ഒരു ജേർണലിസ്റ്റ് വന്നു. മനുഷ്യരൊക്കെ മോർട്ടൽസ് ആയിരുന്ന കാലത്തിലെ ലോകത്തിനെക്കുറിച്ചും നീമോയുടെ ലൈഫിനെ കുറിച്ചുമൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനാണ് അവൻ വന്നിരിക്കുന്നത്. നീമോയ്ക്ക് നൊസ്റ്റാൾജിയ തോന്നാൻ വേണ്ടി പഴയ കാലത്തിലെ ഒരു റെക്കോർഡറും അവൻ എവിടുന്നോ സംഘടിപ്പിച്ചിട്ടുണ്ട്. ശേഷം നീമോ ജേർണലിസ്റ്റിന്റെ അടുത്ത് അവന്റെ ലൈഫിനെ കുറിച്ച് പറയാൻ തുടങ്ങി. പണ്ട് നീമോ ഒരു TV സ്റ്റുഡിയോയിലാണ് ജോലി ചെയ്തിരുന്നത്. എഡ്യൂക്കേഷണൽ വീഡിയോസ് അവതരിപ്പിക്കുന്നതായിരുന്നു അവന്റെ ജോലി. ഭാവി കാണാനുള്ള കഴിവുള്ളതുകൊണ്ട് ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് തന്നെ ആ തീരുമാനമെടുത്താൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന സകല കാര്യങ്ങളും അവന് മനസ്സിൽ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലം മുതലേ തീരുമാനങ്ങൾ എടുക്കുന്നത് അവന് വലിയൊരു വെല്ലുവിളിയായിരുന്നു. 3 പെൺകുട്ടികൾക്ക് മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ആ 3 പേരെയും ഭാവിയിൽ അവൻ കല്യാണം കഴിക്കുന്നത് അവന് കാണാൻ കഴിയും. ജീൻ, എലീസ്, അന്ന, ഇവരാണ് ആ 3 പേര്. ഒരു ദിവസം അവന്റെ അച്ഛന്റെ കാർ ഒരു സ്ത്രീയെ ഇടിക്കുന്നത് അവൻ സ്വപ്നം കണ്ടു. അവൻ വേഗം ചെന്ന് അവന്റെ അച്ഛന് മുന്നറിയിപ്പ് കൊടുക്കാൻ പോയി. പക്ഷേ അവൻ അവിടെ എത്തിയപ്പോഴേക്കും ഹാൻഡ് ബ്രേക്ക് ഇടാൻ മറന്നു പോയതുകൊണ്ട് അച്ഛൻ പാർക്ക് ചെയ്തിരുന്ന കാറ് ചെന്നൊരു സ്ത്രീയെ ഇടിച്ചു. ശേഷം എനിക്ക് ഭാവി കാണാനുള്ള കഴിവുണ്ടെന്ന് നീമോ അവന്റെ അമ്മയുടെ അടുത്ത് പലതവണ പറയുന്നുണ്ട്. പക്ഷെ അവൾ അതൊരിക്കലും കാര്യമായിട്ട് എടുത്തിരുന്നില്ല. ദേജാവു കാരണം നിനക്ക് ഭാവി കാണാൻ കഴിയുന്നതായിട്ട് തോന്നുന്നതാണെന്നാണ് അവൾ പറയുന്നത്.
അവൻ ആദ്യമായിട്ട് സ്വിമ്മിംഗ് ക്ലാസ്സിന് പോയപ്പോ അവിടെ അവൻ അന്നയെ കണ്ടു. അവൻ ഡോറിന് പിന്നിൽ നിന്ന് അവളെ കുറേ നേരം നോക്കി. അവൻ പോലും അറിയാതെ അവൻ അന്നയുമായിട്ട് പ്രണയത്തിലാവുകയായിരുന്നു. എല്ലാവരും പോയ ശേഷം വീണ്ടും അവൻ നീന്തൽ പ്രാക്ടീസ് ചെയ്തു. പെട്ടെന്ന് സീൻ കട്ടായതും മുതിർന്ന നീമോ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാറിനുള്ളിലായിരുന്നു. എന്നാൽ അതേസമയം പൂളിൽ മുങ്ങിക്കൊണ്ടിരുന്ന നീമോയെ ജീൻ വന്ന് രക്ഷിച്ചു. ഇതുവരെ കണ്ടത് വെച്ച് എന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ അത് തന്നെയാണ് കഥ കേട്ടോണ്ടിരുന്ന ജേർണലിസ്റ്റിനും തോന്നിയത്. അവനത് നീമോടെടുത്ത് പറയുകയും ചെയ്തു. എന്തായാലും അടുത്ത് വീണ്ടും നീമോയുടെ കുട്ടിക്കാലമാണ് കാണിക്കുന്നത്. നീമോയുടെ അമ്മയ്ക്ക് ഹാരി എന്നൊരാളുമായിട്ട് റിലേഷൻ ഉണ്ടെന്ന കാര്യം ഒരു ദിവസം നീമോ കണ്ടുപിടിച്ചു. അമ്മ പോയ ശേഷം അവൻ ഹാരിയെ ഫോളോ ചെയ്ത് പോയപ്പോൾ ഹാരി ശരിക്കും അന്നയുടെ അപ്പനാണെന്ന് അവന് മനസ്സിലായി. ഈ റിലേഷന്റെ കാര്യം അവൻ ചെന്ന് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം പിന്നെ അവന്റെ അച്ഛനും അമ്മയും എപ്പോഴും വഴക്കായിരുന്നു. കുറെ നാളത്തെ പ്രശ്നങ്ങൾക്കൊടുവിൽ അപ്പനെ വിട്ടു പോകാൻ അമ്മ തീരുമാനിച്ചു. അമ്മ പോകുന്ന ദിവസം നീമോയുടെ മുന്നിൽ വലിയൊരു പ്രതിസന്ധി വന്നു. അപ്പന്റെ കൂടെ നിൽക്കണമോ അതോ അമ്മയുടെ കൂടെ പോകണമോ എന്ന പ്രതിസന്ധി. അവന് രണ്ടുപേരെയും ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് എന്ത് തീരുമാനം എടുക്കണമെന്ന് അവൻ അറിയില്ല. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തതും അവൻ വേഗം അമ്മയുടെ പക്കലോടി. അങ്ങനെ അവൻ അമ്മയുടെ കൂടെ പോയി. പക്ഷെ അതേസമയം അവന് ട്രെയിൻ മിസ്സാവുകയും അങ്ങനെ അപ്പന്റെ കൂടെ നിൽക്കുകയും ചെയ്തു. അന്നാണ് അവന്റെ ജീവിതം ആദ്യമായിട്ട് 2 ടൈം ലൈൻസ് ആയിട്ട് സ്പ്ലിറ്റ് ആകാൻ തുടങ്ങിയത്. ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന ജേർണലിസ്റ്റ് താങ്കൾ പറയുന്നത് മൊത്തം കൺഫ്യൂസിംഗ് ആണെന്നും ഒരാൾക്ക് 2 ഓപ്ഷൻസും ഒരേ സമയം തിരഞ്ഞെടുക്കാൻ കഴിയില്ലെന്നും പറഞ്ഞു. എന്നിട്ട് യഥാർത്ഥത്തിൽ നിങ്ങൾ എന്താണ് തിരഞ്ഞെടുത്തതെന്ന് ചോദിക്കുകയും ചെയ്തു. ശേഷം അമ്മയുടെ കൂടെയുള്ള ജീവിതത്തിൽ അവൻ ശകലം അഹങ്കാരിയായിട്ടാണ് വളർന്നത്. അവന് കൂട്ടുകാരൊന്നും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ആത്മഹത്യ ചെയ്തതുപോലെ അഭിനയിച്ച് അമ്മയെ പേടിപ്പെടുത്താനൊക്കെ നോക്കും. ഒരു ദിവസം ടൊമാറ്റോ സോസ് എടുത്ത് പുരട്ടിയിട്ട് ചത്തതുപോലെ നിലത്ത് കിടന്നു. വേറൊരു ദിവസം ജനാല വഴി താഴേക്ക് ചാടുന്നത് പോലെ അഭിനയിച്ചു. പക്ഷെ ഇവന്റെ വേലത്തരങ്ങളൊക്കെ അമ്മയ്ക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് അവൾ ഇതൊന്നും മൈൻഡ് ചെയ്യാറില്ല. വീട്ടിൽ ഏതെങ്കിലും ഗസ്റ്റ് വന്നാൽ അവരുടെ മരണം കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്ത് അവരെയൊക്കെ ഇവൻ പേടിപ്പെടുത്താറുണ്ട്. അങ്ങനെ ആകെ മൊത്തം ഒരു ഡാർക്ക് ക്യാരക്ടറായിട്ടാണ് അവൻ വളരുന്നത്. എന്നാൽ ഒരു ദിവസം അവന്റെ ക്ലാസ്സിൽ പുതിയൊരു പെൺകുട്ടി ജോയിൻ ചെയ്തു. അത് പണ്ടത്തെ അന്നയായിരുന്നു. അന്നയ്ക്ക് ഇപ്പോഴും അവനെ ഇഷ്ടമാണ്. ഒരു ദിവസം ബീച്ചിൽ പോയപ്പോൾ നമുക്ക് ഒരുമിച്ച് നീന്താമെന്ന് പറഞ്ഞ് അന്ന വന്ന് നീമോയെ വിളിച്ചു. പക്ഷെ അവന് ശരിക്കും നീന്താൻ അറിയില്ല. എന്നാൽ അത് പറയുന്നതിന് പകരം നിന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇഡിയറ്റ്സ് ആണ്, ഞാൻ ഇഡിയറ്റ്സിന്റെ കൂടെ നീന്തില്ലെന്ന് പറഞ്ഞ് അവൻ അവളുടെ ഫ്രണ്ട്സിനെ കളിയാക്കി. ദേഷ്യത്തിൽ അവൾ അവനെ തെറി പറഞ്ഞിട്ട് പോയി. അപ്പൊ അവനൊരു ഭാവി സന്ദർഭം കാണാൻ പറ്റി. ഭാവിയിൽ അവൻ ഒരിക്കൽ അന്നയെ കണ്ടപ്പോൾ അവൾ മറ്റൊരാളെ വിവാഹം കഴിച്ച് 2 പിള്ളേരൊക്കെ ആയതായിട്ടാണ് അവൻ കണ്ടത്. അതുകൊണ്ട് അവളുടെ ഫ്രണ്ട്സിനെ കളിയാക്കുന്നതിന് പകരം അവൾ വന്ന് വിളിച്ചപ്പോൾ എനിക്ക് നീന്താൻ അറിയില്ലെന്ന് അവൻ സത്യം പറഞ്ഞു. അപ്പോൾ അന്നയും നീന്താൻ പോകാതെ അവന്റെ അടുത്തിരുന്നു. അങ്ങനെ അവർ തമ്മിൽ പതിയെ അടുക്കാൻ തുടങ്ങി. കുറെ നാളുകൾക്ക് ശേഷം നീമോയുടെ അമ്മയും അന്നയുടെ അപ്പനും തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. പിന്നെ നീമോയ്ക്കും അന്നയ്ക്കും കാര്യങ്ങളൊക്കെ എളുപ്പത്തിലായി. രാത്രിയിൽ നീമോ എന്നും അന്നയുടെ മുറിയിലായിരുന്നു. അവര് തമ്മിലുള്ള ബന്ധം പേരൻസിന് അറിയില്ല. എപ്പോഴെങ്കിലും അവരെ സഹോദരങ്ങളെന്ന് പാരൻസ് വിശേഷിപ്പിച്ചാൽ ഞങ്ങൾ സഹോദരങ്ങളൊന്നുമല്ലെന്ന് പറഞ്ഞ് നീമോയും അന്നയും ദേഷ്യപ്പെടാറുണ്ട്. അടുത്ത് നീമോയുടെ അപ്പന്റെ കൂടെയുള്ള ടൈം ലൈനാണ് കാണിക്കുന്നത്. അച്ഛൻ ഇപ്പോൾ വീൽ ചെയറിലായി. അയാൾക്ക് ഓർമ്മ പ്രശ്നങ്ങളുമുണ്ട്. നീമോ ഒറ്റയ്ക്ക് തന്നെയാണ് അപ്പനെ നോക്കുന്നത്. അമ്മയെ ഒന്ന് വിളിച്ചു നോക്കാൻ അപ്പൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. പക്ഷേ നമ്മളെ ഉപേക്ഷിച്ച് പോയിട്ട് ഇതുവരെ നമ്മളെ ഇങ്ങോട്ട് വിളിക്കാത്ത സ്ഥിതിക്ക് നമ്മളും അങ്ങോട്ട് വിളിക്കേണ്ടെന്നാണ് നീമോ പറയുന്നത്. അവന്റെ വിഷമങ്ങളൊന്നും അച്ഛനെ അറിയിക്കാറില്ല. ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ബോറടി മാറ്റാൻ വേണ്ടി അവൻ സയൻസ് ഫിക്ഷൻ കഥകളൊക്കെ എഴുതാറുണ്ട്. അടുത്ത് നീമോയുടെ മറ്റൊരു ടൈം ലൈൻ കാണാം. അവൻ മാർസിലേക്ക് പോകുന്ന ഒരു സ്പേസ് സ്റ്റേഷനിൽ ക്രയോ സ്ലീപ്പിലായിരുന്നു. സ്പേസ് സ്റ്റേഷനിലെ എല്ലാ കാര്യങ്ങളും റോബോട്ട്സ് ആണ് ചെയ്യുന്നത്. ഈ ടൈം ലൈനിലെ നീമോ ഒരു കോയിൻ ഫ്ലിപ്പ് ചെയ്താണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. പണ്ടൊരിക്കൽ അവൻ ഒരു ഫ്രണ്ടിന്റെ പാർട്ടിക്ക് പോയപ്പോൾ അവിടെ വെച്ച് അവൻ പണ്ടത്തെ എലീസിനെ കണ്ടു. സ്റ്റെഫാനോ എന്നൊരുത്തനാണ് അവളുടെ ബോയ് ഫ്രണ്ട്. നീമോ കയറി വരുന്ന സമയം അവള് സ്റ്റെഫാനോയുമായിട്ട് ബ്രേക്കപ്പ് ആവുകയായിരുന്നു. നീമോയെ കണ്ടതും അവള് നേരെ നീമോയുടെ അടുത്ത് വന്ന് സംസാരിച്ചു. നീമോയ്ക്ക് ഇപ്പോഴും അവളെ ഇഷ്ടമാണ്. അവൾ കരയുന്നത് കണ്ട് അവളെ ആശ്വസിപ്പിക്കാൻ നീമോ റാൻഡമായിട്ട് കുറെ ഫാക്ട്സ് പറഞ്ഞു. അതിനിടയിൽ മാർസിനെ കുറിച്ചും എന്തോ പറഞ്ഞു. അത് കേട്ടതും ഭാവിയിൽ ഞാൻ മരിക്കുമ്പോൾ നീ എന്റെ ഭസ്മം കൊണ്ട് മാർസിൽ ഇടുമോ എന്ന് എലീസ് ചോദിച്ചു. ആ മണ്ടൻ അത് സമ്മതിക്കുകയും ചെയ്തു. അതായത് ബേസിക്കലി 5 മിനിറ്റ് മുന്നേ ഒരുത്തനെ ബ്രേക്കപ്പ് ചെയ്തിട്ട് അവളിപ്പോ നീമോയെ വളയ്ക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇങ്ങനെ ഒരുത്തിയെ കെട്ടിയാൽ ജീവിതം ഫേസ് ആയി പോകുമെന്ന് ചിന്തിക്കാനുള്ള ബോധമില്ലാത്ത നീമോ അവളെ ഗേൾഫ്രണ്ട് ആയിട്ട് കാണാനും തുടങ്ങി. അടുത്ത് മറ്റൊരു ടൈം ലൈൻ കാണിക്കുകയാണ്. ഇവിടെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇവൻ ഒരു സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്നത്. ഈ ടൈം ലൈനിൽ അവൻ അന്നയെയാണ് വിവാഹം കഴിച്ചത്. പിള്ളേരൊക്കെ ആയിട്ട് വളരെ സന്തോഷത്തോടെയാണ് അവൻ ജീവിക്കുന്നത്. പക്ഷേ ഒരു ദിവസം അവൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുന്ന വഴിക്ക് ഒരു ആക്സിഡന്റിൽ പറ്റി അവൻ പുഴയിൽ മുങ്ങി മരിച്ചു. ഈ സീനാണ് നേരത്തെ കണ്ടത്. അപ്പോൾ അവന്റെ ഒരു ടൈം ലൈൻ തീരുന്നത് ഇങ്ങനെയാണ്. ഇവിടെ ഭാവി ഹോസ്പിറ്റലിൽ താങ്കൾ മരിച്ചെങ്കിൽ പിന്നെ എങ്ങനെയാ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്? വെറുതെ കൺഫ്യൂഷൻ ആക്കാതെ സത്യം പറയാമെന്ന് ജേർണലിസ്റ്റ് പറഞ്ഞു. അടുത്ത് നേരത്തെ കണ്ട നീമോയുടെ ടൈം ലൈൻ കാണാം. പാരൻസ് അറിയാതെ നീമോയും അന്നയും ഒരുപാട് അടുത്തു. പാരൻസ് വീട്ടിലില്ലാത്തപ്പോഴെല്ലാം അവരെ പ്രണയിക്കുകയായിരുന്നു.
മറ്റേ ടൈം ലൈനിൽ അച്ഛനെ പരിചരിക്കുന്ന നീമോ ഒരു ദിവസം സയൻസ് ഫിക്ഷൻ കഥ എഴുതുന്നതിന് പകരം അവൻ എലീസിന് ഒരു ലവ് ലെറ്റർ എഴുതി. അടുത്ത ദിവസം രാവിലെ തന്നെ അവൻ എലീസിന്റെ വീട്ടിൽ പോയതും സ്റ്റെഫാനോ അവളടുത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടു. വിഷമം തോന്നിയ നീമോ ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ട് തിരിച്ചുപോയി. പക്ഷേ പോകുന്ന വഴിക്ക് അവനൊരു ആക്സിഡന്റ് പറ്റി. അങ്ങനെ അവൻ ആശുപത്രിയിൽ കോമയിലായി. കോമയിലായിരിക്കുമ്പോൾ ഞാൻ മറ്റൊരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ എന്റെ ലൈഫ് എങ്ങനെ ആയിരുന്നിരിക്കുമെന്ന് ചിന്തിച്ചു. ഉടനെ സമയം പുറകിലോട്ട് പോയി. രാവിലെ എലീസിനെ കാണാൻ വന്ന നീമോ സ്റ്റെഫാനോ പോകുന്നത് വരെ വെയിറ്റ് ചെയ്തു. സ്റ്റെഫാനോ പോയ ശേഷം എലീസിന്റെ അടുത്ത് ചെന്ന് അവൻ എഴുതിയ ലെറ്റർ കൊടുത്തു. പക്ഷേ എനിക്ക് സ്റ്റെഫാനോയാണ് ഇഷ്ടമെന്നും പറഞ്ഞ് അവൾ അവനെ റിജക്ട് ചെയ്തു. വിഷമത്തോടെ തിരിച്ചു വീട്ടിൽ പോയ നീമോ ഇന്നത്തെ പാർട്ടിയിൽ എന്റെ കൂടെ ആരാണോ ആദ്യം ഡാൻസ് ചെയ്യുന്നേ അവളെ ഞാൻ കല്യാണം കഴിക്കുമെന്ന് തീരുമാനമെടുത്തു. അങ്ങനെ അന്ന് വൈകുന്നേരം പാർട്ടിക്ക് പോയപ്പോ അവിടെ എലീസ് സ്റ്റെഫാനോയുടെ കൂടെ ഡാൻസ് ചെയ്യുന്നത് കണ്ടു. ആ സമയം പണ്ടത്തെ ജീൻ വന്ന് നീമോയുമായിട്ട് ഡാൻസ് ചെയ്തു. അവൾക്കും ഇപ്പോഴും നീമോയെ ഇഷ്ടമാണ്. അങ്ങനെ അതോടെ അവനും ജീനും പ്രണയത്തിലായി. അതിനുശേഷം അവൻ കുറെ തീരുമാനങ്ങൾ എടുത്തു. ഞാൻ വലിയൊരു ബിസിനസ്മാൻ ആകും, വലിയ വീട് വെക്കും, ഒരു പൂൾ ഉണ്ടാക്കും, നല്ലൊരു ഫാമിലി മാൻ ആകും, അങ്ങനെ കുറെ തീരുമാനങ്ങൾ. ഒടുവിൽ ഭാവിയിൽ അവൻ അതുപോലെ തന്നെ എല്ലാം നേടുകയും ചെയ്തു. ഈ ടൈം ലൈനിലാണ് അവൻ ഒരിക്കൽ പൂളിൽ വീണത്. പൂളിൽ വീണപ്പോൾ 2 റിസൾട്ട്സ് ഉണ്ടായി. ഒന്ന്, അവൻ ആ പൂളിൽ മുങ്ങി മരിച്ചു. എന്നാൽ മറ്റൊരു ടൈം ലൈനിൽ അവനെ ജീൻ വന്ന് രക്ഷിച്ചു. പക്ഷെ ഈ ടൈം ലൈനിൽ നീമോ എപ്പോഴും ഡിപ്രസ്ഡ് ആണ്. അത് ജീനിനും അറിയാം. ഫാമിലിയെയും ഫ്രണ്ട്സിനെയും ഒന്നും അവൻ അത്ര ശ്രദ്ധിക്കാറില്ല. അവന്റെ ലൈഫ് മൊത്തം ബോറടിക്കുന്നെന്നാണ് അവൻ പറയുന്നേ. അതാണ് അവന്റെ പ്രശ്നം. വീണ്ടും നേരത്തെ കണ്ട ടൈം ലൈനിലേക്ക് പോവുകയാണ്. ഒരു ദിവസം നീമോയും അന്നയും പ്രണയത്തിലാണെന്ന് അവരുടെ പാരന്റ്സ് അറിയാൻ ഇടയായി. അത് മാത്രമല്ല, പാരന്റ്സ് ഇപ്പോൾ ബ്രേക്കപ്പ് ആകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അടുത്ത ദിവസം തന്നെ ഹാരി അന്നയും കൊണ്ട് ന്യൂയോർക്കിലോട്ട് പോകും. അപ്പോൾ നമ്മൾ പിരിയാൻ പോവുകയാണെന്നോർത്ത് അന്നയും നീമോയും ഒരുപാട് കരഞ്ഞു. ശേഷം പിരിഞ്ഞിട്ടും ലെറ്റേഴ്സ് എഴുതി അവർ പരസ്പരം സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അവരുടെ ലെറ്റേഴ്സ് കിട്ടുന്നതിന് മുന്നേ അവരുടെ പാരന്റ്സ് അതിനെയൊക്കെ വലിച്ചു കീറി കളഞ്ഞിരുന്നു. അങ്ങനെ അവർ തമ്മിൽ ഒരു തരത്തിലുമുള്ള കമ്മ്യൂണിക്കേഷനും ഇല്ലാതെയായി. കുറെ വർഷങ്ങൾ കടന്നുപോയി. ഇപ്പോൾ നീമോയും ഒരു ക്ലീനറായിട്ട് ന്യൂയോർക്കിലാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോഴും അവൻ അന്നയുടെ ഓർമ്മകളുമായിട്ട് ജീവിക്കുകയാണ്. അന്നയും ന്യൂയോർക്കിൽ തന്നെയാണ് ഇപ്പോഴും. അടുത്ത് നേരത്തെ കാണിച്ച ടൈം ലൈൻ കാണാം. മാർസിൽ എത്താറായപ്പോൾ റോബോട്ട്സ് എല്ലാവരെയും ക്രയോ സ്ലീപ്പിൽ നിന്ന് ഉണർത്തി. എന്നിട്ട് എല്ലാവരും മാർസിൽ ഇറങ്ങാൻ റെഡി ആയിട്ട് നിന്നു. അടുത്ത് കോമയിൽ കിടക്കുന്ന നീമോയെയാണ് വീണ്ടും കാണിക്കുന്നത്. ഞാൻ മറ്റൊരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നുവെന്ന് അവൻ വീണ്ടും ചിന്തിക്കുകയാണ്. അങ്ങനെ വീണ്ടും സമയം പുറകിലോട്ട് പോയി. എനിക്ക് സ്റ്റെഫാനോയെയാണ് ഇഷ്ടമെന്ന് എലീസ് പറഞ്ഞതും നീമോ അവളെ കിസ് ചെയ്തു. അപ്പോൾ അവള് സ്റ്റെഫാനോയെ മറന്ന് നീമോയുമായിട്ട് പ്രണയത്തിലായി. ഒടുവിൽ ഭാവിയിൽ അവൻ എലീസിനെ വിവാഹം കഴിക്കുകയും ചെയ്തു. ഇവിടെയും അവൻ സ്റ്റുഡിയോയിലാണ് ജോലി ചെയ്യുന്നത്. ഈ ടൈം ലൈനും 2 ആയിട്ട് പിരിയുന്നുണ്ട്. ഒരു ടൈം ലൈനിൽ അവൻ ഒരു ദിവസം ആക്സിഡന്റിൽ പെട്ട് മരിച്ചുപോയി. എന്നാൽ രണ്ടാമത്തെ ടൈം ലൈനിൽ അവൻ പിള്ളേരൊക്കെ ആയിട്ട് കുടുംബത്തോടൊപ്പം ജീവിക്കുകയാണ്. പക്ഷെ എന്നിരുന്നാലും അവൻ ഹാപ്പിയല്ല. കാരണം എലീസിനിപ്പോ മാനസിക രോഗമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നോർമലാകും, പക്ഷെ പൂർണ്ണമായും അസുഖം മാറുന്നില്ല. അവള് മിക്കപ്പോഴും ബെഡിൽ തന്നെ ഒരേ കിടപ്പാണ്. കുട്ടികൾക്ക് അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ ആകെ സങ്കടമായിരുന്നു. അമ്മ ഞങ്ങളെ ഒന്നും സ്നേഹിക്കുന്നില്ലെന്നാണ് പിള്ളേര് പറയുന്നത്. നീമോയാണെങ്കിൽ കുട്ടികളെ സന്തോഷിപ്പിക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. ഒരു ദിവസം ഒരു കൊച്ചിന്റെ ബർത്ത്ഡേ വന്നപ്പോൾ നീമോ വീട്ടിൽ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തു. അന്ന് കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടി അവള് രണ്ടും കൽപ്പിച്ച് കുട്ടികളുമായിട്ട് കളിച്ച് ചിരിച്ച് സന്തോഷിച്ചു. അന്ന് മൊത്തം കുടുംബവും ഒരുമിച്ചാണ് കിടന്നത്. അവളുടെ രോഗം പതിയെ മാറുന്നുണ്ടെന്നാണ് നീമോ വിചാരിച്ചത്. പക്ഷെ അടുത്ത ദിവസം അവളുടെ മാനസിക നില വീണ്ടും കുഴപ്പത്തിലായി. അവൻ ജോലി കഴിഞ്ഞ് വന്നപ്പോ അവള് പുറത്ത് മഴയത്തിറങ്ങി നിൽക്കുകയായിരുന്നു. നീമോ വന്ന് അവളെ അകത്ത് കൊണ്ടുപോയി. ഈ ടൈം ലൈനിൽ അന്നയ്ക്ക് നീമോയെ പരിചയം പോലുമില്ല. അടുത്ത് ക്ലീനർ നീമോയുടെ ടൈം ലൈനാണ് കാണിക്കുന്നത്. ഒരു ദിവസം ട്രെയിൻ സ്റ്റേഷനിൽ വെച്ച് അവൻ അന്നയെ കണ്ടുമുട്ടി. രണ്ടുപേരും സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് അവർ കുറെ നേരം സംസാരിച്ചു. പക്ഷേ നീമോയെ പണ്ടേ തന്നെ നഷ്ടപ്പെട്ടുവെന്നാണ് അന്ന കരുതിയിരുന്നത്. അതുകൊണ്ട് പഴയതുപോലെ ഒരുപാട് പ്രണയിച്ച ശേഷം മാത്രം നമുക്ക് കല്യാണം കഴിക്കാമെന്ന് അന്ന പറഞ്ഞു. എന്നിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് നമുക്ക് ലൈറ്റ് ഹൗസിൽ വെച്ച് കാണാമെന്നും പറഞ്ഞിട്ട് അവൾ അവളുടെ നമ്പരും കൊടുത്തിട്ട് പോയി. എന്നാൽ അന്ന പോയതും അവിടെ മഴ പെയ്തു. അങ്ങനെ മഴ നനഞ്ഞ് നമ്പർ എഴുതിയ പേപ്പർ നശിച്ചുപോയി. എങ്കിലും അന്നയെ ഇനി നഷ്ടപ്പെടുത്താൻ നീമോയ്ക്ക് കഴിയില്ല. അതുകൊണ്ട് അവൻ അന്ന പറഞ്ഞ ലൈറ്റ് ഹൗസിലെ ഒരു ബെഞ്ചിൽ ചെന്നിരുന്നു. എന്നെങ്കിലും ഒരു ദിവസം അന്ന വരുമെന്ന പ്രതീക്ഷയിൽ പിന്നെ അവൻ രാത്രിയും പകലുമൊക്കെ അവിടെ തന്നെ ആയിരുന്നു. അങ്ങനെ ഒരു ദിവസം അവൾ അവിടെ വരികയും അവസാനം അവർ ഒരുമിക്കുകയും ചെയ്തു. വീണ്ടും എലീസിന്റെ ടൈം ലൈനാണ് കാണിക്കുന്നത്. ഇപ്പോൾ എലീസിന്റെ മാനസിക നില ആകെ തകരാൻ തുടങ്ങിയിരിക്കുകയാണ്. എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു മടിയുമില്ലാതെ നീമോ അവളെ ശുശ്രൂഷിക്കുന്നുണ്ട്. അടുത്ത് മറ്റൊരു ടൈം ലൈൻ കാണാം. ഈ ടൈം ലൈനിൽ എലീസിനെ കല്യാണം കഴിച്ച് കുറച്ചു നാൾ കഴിഞ്ഞതും ബ്രിഡ്ജിലെ ആക്സിഡന്റിൽ പെട്ട് എലീസ് മരിച്ചുപോയി. പക്ഷെ നീമോ രക്ഷപ്പെട്ടു. പിന്നെ ജീവിതകാലം മുഴുവൻ അവൻ എലീസിന്റെ ഓർമ്മകളുമായിട്ടാണ് ജീവിച്ചത്. അവളുടെ ഓർമ്മയ്ക്ക് വേണ്ടി അവളുടെ ഭസ്മം അവൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ ജീനിന്റെ കൂടെയുള്ള ടൈം ലൈനിൽ ജീൻ കരയുകയാണ്.
കുറച്ചു ദിവസങ്ങൾക്ക് മുന്നേ നീമോയുടെ സകല സ്വത്തുക്കളും അവൻ ജീനിന്റെ പേരിൽ എഴുതി വെച്ചുവെന്ന് അവന്റെ ലോയർ ഇന്നലെ അവളുടെ അടുത്ത് പറഞ്ഞു. അതുകൊണ്ട് നീമോ എന്തോ കടുങ്കൈ ചെയ്യാൻ പോകുന്നുവെന്ന് കരുതിയിട്ടാണ് ജീൻ കരയുന്നേ. സംഭവം ശരിക്കും നീമോ ഈ ജീവിതം മടുത്തിരുന്നു. എന്താന്ന് വെച്ചാൽ ഈ ടൈം ലൈനിൽ അവൻ ആഗ്രഹിച്ചതെല്ലാം തന്നെ അവൻ ജീവിതത്തിൽ നേടിയിട്ടുണ്ട്. അതുകൊണ്ട് അവൻ ഇനി ജീവിക്കാൻ യാതൊരു ഇൻട്രസ്റ്റുമില്ല. അങ്ങനെ അന്ന് രാത്രി അവൻ ഒരു ട്രെയിൻ ട്രാക്കിൽ ചെന്ന് നിന്നിട്ട് ട്രെയിൻ വരുന്നതും കാത്തുനിന്നു. ട്രെയിൻ വന്നതും ഇനി ജീവിച്ചിരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ അവൻ കോയിൻ ഫ്ലിപ്പ് ചെയ്ത് നോക്കിയപ്പോൾ ജീവിക്കണമെന്നാണ് കോയിൻ പറഞ്ഞത്. അതുകൊണ്ട് അവൻ ജീവിക്കാൻ തീരുമാനിച്ചു. ശേഷം അവൻ ഒരു ദിവസം എയർപോർട്ടിൽ പോയപ്പോൾ ഒരു ഡ്രൈവർ ജോൺസ് എന്നൊരാൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത് കണ്ടു. ഒരു അഡ്വഞ്ചറിന് വേണ്ടി ഞാനാണ് ജോൺസ് എന്ന് പറഞ്ഞ് നീമോ അയാളുടെ കൂടെ പോയി. അയാൾ അവനെ ഒരു ലക്ഷറി ഹോട്ടൽ ഇറക്കി വിട്ടിട്ട് പോയി. ശേഷം കുറച്ചു കഴിഞ്ഞതും ശരിക്കുമുള്ള ജോൺസിനെ കൊല്ലാൻ ഒരു ഹിറ്റ്മാൻ വന്നു. അങ്ങനെ ഈ ടൈം ലൈനിലാണ് അവനെ ബാത്ടബിൽ വെച്ച് കൊന്നുകളഞ്ഞത്. ഈ ശരീരമാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചത്. ഇവിടെ കോമയിലായിരുന്ന നീമോയുടെ ടൈം ലൈനിൽ അവൻ ഹോസ്പിറ്റലിലായ വാർത്ത അറിഞ്ഞ് അവന്റെ അമ്മ തിരിച്ചു വന്നിരിക്കുകയാണ്. മാർസിലേക്ക് പോയ നീമോയാണെങ്കിൽ അവനും കുറെ പേരും മാർസിൽ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ എലീസ് പണ്ട് പറഞ്ഞതുപോലെ അവളുടെ ഭസ്മം അവൻ മാർസിൽ നിക്ഷേപിച്ചു. അപ്പോൾ എലീസ് മരിച്ച ടൈം ലൈനും ഇത് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാകും. ഇവിടെ എലീസ് മാനസിക രോഗിയായിരിക്കുന്ന ടൈം ലൈനിൽ അവളുടെ അസുഖം ഇപ്പോൾ തീരെ തീവ്രമായിരിക്കുകയാണ്. ഇനിയും താൻ ഇവിടെ നീമോയുടെ കൂടെ നിന്നാൽ ഞാൻ കാരണം നീമോയുടെയും കുട്ടികളുടെയും ജീവിതം തകരുമെന്ന് പേടിച്ച് അവൾ ഒരു ദിവസം രാത്രി ആരോടും ഒന്നും പറയാതെ ഇറങ്ങിപ്പോയി. ഇവിടെ മാർസിലായിരുന്ന നീമോ തിരിച്ച് ഭൂമിയിൽ വരാൻ വേണ്ടി സ്പേസ് സ്റ്റേഷനിൽ കയറി. അപ്പോഴാണ് സ്പേസ് സ്റ്റേഷനിൽ അന്നയെ കണ്ടത്. ഈ ടൈം ലൈനിൽ ശരിക്കും നീമോയ്ക്ക് പകരം അന്നയുടെ ഹസ്ബൻഡാണ് പണ്ട് കാർ ആക്സിഡന്റിൽ പെട്ട് പുഴയിൽ മുങ്ങി മരിച്ചത്. അങ്ങനെ അയാളുടെ ഭസ്മം മാർസിൽ ഇടാനാണ് അന്ന വന്നത്. ശേഷം അന്നയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറെ ആസ്ട്രോയിഡുകൾ വന്നിടിച്ച് സ്പേസ് സ്റ്റേഷൻ മൊത്തം അങ്ങ് പൊട്ടിച്ചിതറി. അടുത്ത് അവൻ വീണ്ടും നേരത്തെ കണ്ട വിചിത്രമായ ബിൽഡിംഗിൽ എണീറ്റു. മുന്നിൽ ആഹാരം ഇരിക്കുന്നത് കണ്ട് അതെടുത്ത് കഴിക്കാൻ തുടങ്ങിയതും അതിലൊരു പേപ്പർ കണ്ടു. അവന്റെ അടുത്ത് ഇറങ്ങി പുറത്തു പോകാനാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഇവിടെ ഭാവിയിൽ പകുതിയിൽ കൂടുതൽ ആൾക്കാരും നീമോ മരിക്കണമെന്നാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ നീമോയ്ക്ക് അതൊരു വിഷയമേ അല്ല. അതുകൊണ്ട് അവൻ വീണ്ടും കഥ പറഞ്ഞുകൊണ്ടിരുന്നു. പുറത്തിറങ്ങാൻ പറഞ്ഞ മെസ്സേജ് കണ്ട് പുറത്തു വന്ന് നോക്കിയപ്പോൾ അവൻ പല മെസ്സേജുകളും പലയിടങ്ങളിലും കാണാൻ തുടങ്ങി. അവസാനം ഒരു മെസ്സേജിൽ ഒരു നമ്പറിലേക്ക് വിളിക്കാൻ പറഞ്ഞു. അവൻ ആ നമ്പറിൽ വിളിച്ചതും അവന്റെ അച്ഛന്റെ ശബ്ദമാണ് കേട്ടത്. അങ്ങനെ അവൻ വേഗം അവന്റെ പഴയ വീട്ടിലേക്ക് ഓടി. വീട് മൊത്തം പൊടിയടിച്ച് കിടക്കുകയാണ്. അവിടെ ഒരു CD ഇരിക്കുന്നത് കണ്ട് അവൻ അതെടുത്ത് പ്ലേ ചെയ്തു. അതിൽ അവന്റെ ഭാവി കാലത്തിലെ ഒരു റെക്കോർഡിംഗ് ആണ് കണ്ടത്. താനിപ്പോ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ നീമോ ജനിച്ചിട്ടില്ലാത്ത ഒരു ടൈം ലൈനിലാണെന്നാണ് വയസ്സൻ നീമോ പറയുന്നത്. അതിന് പല കാരണങ്ങളും ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ നീമോയുടെ പാരന്റ്സ് തമ്മിൽ ഒരിക്കലും കണ്ടുമുട്ടിയിട്ടുണ്ടായിരിക്കില്ല. ചിലപ്പോ അവൻ എഗ്ഗിലെത്തിയിട്ടുണ്ടാകില്ല. അല്ലെങ്കിൽ ഒരുപക്ഷെ അവന്റെ പാരന്റ്സ് ചെറുതിലേ തന്നെ മരിച്ചുപോയി കാണും. അങ്ങനെ എന്തോ കാരണത്താൽ നീമോ ജനിക്കാത്തത് കൊണ്ട് അവന്റെ കോൺഷ്യസ്നെസ് അനാഥമായ ഏതോ ഒരു ലോകത്തിൽ നഷ്ടപ്പെട്ടു പോയതാണ്. ഇതൊക്കെ കേട്ട് ആകെ പരിഭ്രമിച്ചു പോയ നീമോ വേഗം ഇറങ്ങി പുറത്തു പോയതും ഒരു വലിയ കാലി വന്ന് ആ വീടിനെ ചവിട്ടി പൊടിച്ചു കളഞ്ഞു. ഇവിടെ ഭാവിയിൽ ഈ കളവന് പ്രാന്താണെന്ന് കരുതി ജേർണലിസ്റ്റ് റെക്കോർഡിംഗ് ഒക്കെ നിർത്തി. കാരണം ഇയാൾ പറയുന്ന ഒന്നും തന്നെ ലോജിക്കലല്ല. അപ്പോൾ ഞാനും നീയും ഒന്നും യഥാർത്ഥത്തിലുള്ള മനുഷ്യരല്ലെന്നും നമ്മളെല്ലാം ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സിലെ ആശയങ്ങൾ മാത്രമാണെന്നും നീമോ പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. സംഭവം നമ്മൾ ഇത്രയും നേരം കണ്ട വ്യത്യസ്തമായ സകല ടൈം ലൈനുകളും യഥാർത്ഥത്തിൽ പണ്ട് ജനിക്കുന്നതിന് മുന്നേ നീമോ മനസ്സിൽ കണ്ട കാര്യങ്ങളാണ്. അതായത് അവന് ഭാവി കാണാൻ കഴിയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ജനിച്ച ശേഷം അവൻ ജീവിതത്തിൽ എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവൻ പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഭാവിയും മനസ്സിൽ ഓർത്തു നോക്കിയത്. അതായത് അവഞ്ചേഴ്സിൽ ഡോക്ടർ സ്ട്രേഞ്ച് ചെയ്തതുപോലെ. അങ്ങനെ നോക്കിയപ്പോൾ മിക്ക ഭാവി തീരുമാനങ്ങളും അവനെ മരണത്തിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാജഡിയിലേക്കോ ആണ് നയിക്കുന്നത്. അതുമാത്രമല്ല ആകെ അന്നയുടെ കൂടെയുള്ള ജീവിതത്തിൽ മാത്രമേ അവന് പൂർണ്ണമായ സന്തോഷം കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് അന്നയുടെ കൂടെ ജീവിച്ചാൽ മതിയെന്ന് അവൻ തീരുമാനിച്ചു. എന്നാൽ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത് പണ്ട് അമ്മയുടെ റിലേഷൻ ചെന്ന് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞതിന് ശേഷമാണ്. അതുകൊണ്ട് അവൻ ആ കാര്യം അച്ഛൻ്റെ അടുത്ത് ചെന്ന് പറയേണ്ടെന്നും തീരുമാനിച്ചു. അങ്ങനെ ചെയ്യുമ്പോൾ ചെറുപ്പം മുതൽ പിന്നെ ജീവിതകാലം മുഴുവൻ അവന് അന്നയുടെ കൂടെ ആയിരിക്കാൻ കഴിയും. അതുപോലെ അവന്റെ പാരന്റ്സ് ഒരിക്കലും പിരിയുകയുമില്ല. അങ്ങനെ അവസാനം അവൻ ആ തീരുമാനം എടുത്തതും പ്രപഞ്ചം മുഴുവൻ റിവേഴ്സ് ആകാൻ തുടങ്ങി. ഒറിജിനൽ ടൈം ലൈൻ അല്ലാതെ ബാക്കി എല്ലാ ടൈം ലൈൻസും തകർന്നു. ശേഷം അവൻ ചെറുതിലെ അന്നയുടെ കൂടെ പുഴയ്ക്കരികിലിരിക്കുന്ന ദൃശ്യത്തോടെ സിനിമ അവസാനിക്കുകയാണ്.